ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഒന്ന് കാലിൻ്റെ വിരൽ കെട്ടയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാഴ്ച ഒരു നരകിച്ച ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയെന്നു. ഒരു പണിക്കും ഇതിനും പോകാനും പറ്റൂല, എന്താ പറയുക, ആകെ മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിൽ. എന്താ വെച്ചാൽ കഴിയുന്നതും കാലിന് റെസ്റ്റ് കൊടുത്തും കൊണ്ട് ഒരാഴ്ച ഞാൻ കാലിളക്കാതെ ഇരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ചെന്നപ്പോൾ നല്ല കുറവുണ്ട്, കെട്ടയച്ചു. കാരണം എൻ്റെ കൂടെ അന്ന് വന്ന ആൾക്കാരൊക്കെ അവരതൊക്കെ രണ്ടാമതും കെട്ടാൻ പറയും, റെസ്റ്റ് പറയും ചെയ്തു. ഞാൻ ആ കാല് ഉയർത്ത് കയറ്റി വെച്ച് ഇളക്കാതെ ഇരുന്നതും കൊണ്ട് എനിക്ക് ഇന്ന് കെട്ടയച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. എന്താ പറയുക, ഓരോ ദിവസമായിട്ട് എന്താ പറയുക, നേരം പോലെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൽ കുറവാണ്. കാരണം ഓളാണ് ഉണ്ടാക്കുന്നത്. ഓക്ക് കാര്യമായിട്ട് എന്താ പറയുക, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിൽക്കണം. അപ്പോൾ കാല് തൂക്കിയിട്ട് പോയി നിൽക്കണ്ടേന്ന് ആലോചിച്ച് എന്താ പറയുക, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാല് കെട്ടയച്ചാൽ മതി, കാല് കെട്ടയച്ചാൽ മതിയെന്ന്. കാരണം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ബോട്ടിൽ, ചോറും പാത്രം, എല്ലാ കാര്യങ്ങളും ആക്കി ഞാൻ പറഞ്ഞയക്കുന്നതാണ്. അപ്പോൾ ഓളെന്നെ ഉണ്ടാക്കും, ഓളെന്നെ തിന്നെ, അങ്ങനെ കുട്ടിയാകെ ഒരു മാനസികമായിട്ട് തകർന്നു. ഇതിനേക്കാളും കൂടുതൽ തളർന്നതാണ്. അപ്പം ഇന്ന് നല്ല കളിയും ചിരിയായി, ഇന്ന് വലിയ സന്തോഷമായി. അപ്പോൾ എനിക്കെന്തേലും വന്നാലും ഓൾ തന്നെ ഉള്ളൂ, ഓൾക്ക് എന്തെങ്കിലും വന്നാലും ഞാൻ തന്നെ ഉള്ളൂ. വേറെ ആരും ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് എത്ര എന്തൊക്കെ നമ്മൾ ആരെന്ത് നോക്കിയിട്ടും കാര്യമില്ല. നമ്മൾ എങ്ങനെയും പണിയെടുത്ത് കാശ് കിട്ടി നമ്മൾ ഇനിയിപ്പോൾ അവർ നമ്മളെ നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കാതിരിക്കില്ല കേട്ടോ. ഞാൻ 2 മാസത്തോളമായി അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട്. അതിൻ്റെ മുന്നേ നമ്മളെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാതിരുന്നായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ പോകാതിരുന്നപ്പോഴൊക്കെയാണ് കുറച്ച് കടങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടി അത് കഴിഞ്ഞ് ഇപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കാലിൻ്റെ ഈ പ്രശ്നം വന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ എല്ലാം കൊണ്ടും ഇതായി. ഓള് പീടികയ്ക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതുണ്ടില്ല, ഓയിലില്ല. അപ്പോൾ ചോറിന് എന്തെങ്കിലും കൂട്ടാനുണ്ടാക്കാൻ ഞാൻ അങ്ങാടി കൂടിയാണ് പോകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അവിടെ എവിടെയും ഇറങ്ങിയതും ഇല്ല, ഒന്നും വാങ്ങിയതും ഇല്ല. ഞാൻ വീട്ടിലേക്ക് പോരുക ചെയ്തത്. ഇടിയും മഴയൊക്കെ വരുന്നത് കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങളെ വ്ളോഗ് എല്ലാവരും കാണുക.